ഹലോ ലഡ്ഡു സിംഗ് സാറേ, ഈ കുറ്റവാളിയെ ഞങ്ങൾ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് പോലീസ് വാൻ ഒന്ന് റിപ്പയറായി. ഒരുപാട് ദൂരം ഉള്ളത് കൊണ്ട് ഇന്ന് അങ്ങോട്ട് പോകാനും പറ്റിയില്ല. ഞങ്ങൾക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഓർഡർ വന്നത് ഇന്ന് രാത്രി ഈ കുറ്റവാളിയെ നിങ്ങളുടെ സ്റ്റേഷനിൽ വെക്കണമെന്നാണ്. ഇയാളുടെ പേര് യോധാ സിംഗ് എന്നാണ്. നാളെ വരെ ഇയാളെ ഇവിടെ സൂക്ഷിക്കേണ്ടി വരും. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. വന്നേ വന്നേ വിരുന്നുകാരാ, ചെന്ന് ലോക്കപ്പില് കയറി ഇരിക്കേ, എന്നിട്ട് സുഖമായിട്ട് വിശ്രമിച്ചോ. ചെല്ലേ യോധാ സിംഗ്, ഞങ്ങളുടെ അടുത്ത് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് നീ ചിന്തിക്ക പോലും വേണ്ട. നിന്റെ നല്ലതിന് വേണ്ടി ഞാൻ പറയാണ് കേട്ടോ. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ഏതെങ്കിലും കള്ളൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവിടെ ഉള്ളവർ പറയും പൂട്ട് പൊളിക്കല്ലേ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. അത് കേട്ടതും കള്ളൻ സ്വയം കാശുകൊണ്ട് തന്നെ പുതിയ പൂട്ടും താക്കോലും വാങ്ങിക്കൊടുക്കും, അറിയോ? ഈ ലോകത്തിലുള്ള ജയിലെല്ലാം തന്നെ ഈ യോധാ സിംഗിന് പുല്ലാണ് മക്കളെ. ഏയ് പെടാറാം, ഒന്ന് വേഗം കൊണ്ട് വന്നേ, ലോക്കപ്പ് ഒന്ന് വേഗം തുറന്നേ. ഞാൻ വരുന്നു സാറേ. എവിടെ പോയാ യോധാ സിംഗ്? ഇവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞോ? വേഗം നോക്ക്. സാറേ, ഈ കുഴി ഇന്നാണല്ലോ കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അവൻ എങ്ങോട്ടാ പോയിട്ടുണ്ടാവുക? പിടിച്ചോ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പിടിക്കാവണേ, വേഗം പിടിക്കേ. പിടിച്ചു സാർ, പിടിച്ചു. എടോ താനെന്താ എന്നെ പിടിക്കുന്നത്? പൊട്ട, ചെന്ന അവനെ പിടിക്കേ, ആ കള്ളനെ. നിങ്ങൾക്കിനി പുറത്തു വരണമെന്നുണ്ടെങ്കിൽ തുരങ്കം കുറച്ചുകൂടെ വലുതാക്കിയേ പറ്റൂ. നിങ്ങൾ രണ്ടും ചെയ്താൽ മതി. ചരിത്രത്തിൽ ആദ്യമായാണ് പോലീസുകാർ തുരങ്കമുണ്ടാക്കുന്നത്. സ്വന്തം സ്റ്റേഷനിൽ പോലീസുകാർ തന്നെ തുരങ്കമുണ്ടാക്കി. എടോ താനെന്തൊക്കെയായി കാണിക്കുന്നേ? ഞങ്ങളൊന്ന് പുറത്തേക്ക് വിട്, പുറത്തേക്ക് വിടാൻ. ഇന്ന് വരെ ഈ ലോകത്താരും തന്നെ ജനിച്ചിട്ടില്ലടാ മണ്ട, ഈ യോധാ സിംഗ് ആയ എന്നെ ജയിലിൽ അടയ്ക്കാൻ. രണ്ടുപേരും കൂടി പാട്ടുപാടി പോകല്ലേ. എന്റെ ശിവ, ഒന്ന് മതിയാക്ക്. എപ്പ നോക്കിയാലും നീ ഈ സൈക്കിളിൽ തന്നെ പണിഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? നീ വേഗം ഒന്ന് സ്റ്റേഷനിലേക്ക് വന്നേ. യെസ്, അത് ശരി. ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വന്നേക്കാം. 4 വശത്തേക്കുള്ള റോഡുകൾ തടയാൻ നോക്കൂ. കാരണം ഇത്രയും ഹൈറ്റും വെയിറ്റും ഉള്ള ആള് പെട്ടെന്ന് രക്ഷപ്പെടാനാവില്ല. ആളുകൾക്കിടയിൽ അയാളെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും. വരൂ, ഒരു ക്രിമിനൽ ജയിൽ ചാടി പോയെന്ന്. ആദ്യം ചെക്കിംഗ്, എന്നിട്ട് പോയാ മതി, മനസ്സിലായോ? എല്ലാരും നന്നായിട്ട് ചെക്ക് ചെയ്യണം. എന്താ അതിന്റെ അകത്ത്? എന്താ അതിന്റെ അകത്ത്? ഒരു വയസ്സായ ആളുടെ കെട്ടിപ്പിട്ട് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവാന്ന് കരുതിയോ യോധാ സിംഗ്? ഊര്, വേഗം ഊര്, ഊര് നിന്റെ മേക്കപ്പ് ഊരാൻ പറഞ്ഞില്ലേ? നല്ല ക്വാളിറ്റിയുള്ള വിഗ്ഗാണ് നീ ഇപ്പൊ തലയിലിട്ടിരിക്കുന്നേ. കുഴപ്പമൊന്നുമില്ല, ഞാൻ ഏതായാലും പിന്മാറാൻ തീരുമാനിച്ചിട്ടില്ല. ശരി, ഞാൻ മീശ എടുക്കട്ടെ. ഊരാനല്ല പറഞ്ഞത്, വേഗം. എന്റെ മീശ അങ്ങനെ പറിച്ചെടുക്കരുത്. അതെ പേടാറാം, ഈ താടി മീശയൊക്കെ ഒറിജിനൽ തന്നെയാണോ? ഒറിജിനൽ തന്നെയാ. ഈ വാക്കിംഗ് സ്റ്റിക്കും ഒറിജിനൽ തന്നെയാ. ഒറിജിനൽ ആണോ അല്ലേന്ന് എനിക്കൊരു തെറ്റ് സംഭവിച്ചതാണ്. ഇനി ഒരിക്കലും ഞാനത് ആവർത്തിക്കില്ല.
ആ ഉയരം കൂടിയ തടിച്ച മാമൻ ആരാണ്? മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നേ. ചെയ്തോളൂ, പെട്ടെന്ന് ചെക്ക് ചെയ്തോളൂ. നിങ്ങൾ എല്ലാരും ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയി നോക്കിട്ട് വരാം. പിടിക്ക്, വേഗം പിടിക്കേ. യൂടി ഒന്ന് സ്പീഡിൽ ചവിട്ട്, അല്ലെങ്കിൽ ആ കള്ളൻ രക്ഷപ്പെടും കേട്ടോ. ഒരു ദിവസം ഇതുപോലെ ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ, കള്ളൻ വന്നപ്പോ ഞാനും ഇതുപോലെ സ്പീഡിൽ സൈക്കിളിട്ട് ജനങ്ങളൊക്കെ അമ്പരന്ന് പോയി, അറിയോ? എന്നാ ശരി, നീ സൈക്കിൾ ചവിട്ട്, ഞാൻ പുറകിലിരിക്കാം. എപ്പോഴും ഇങ്ങനെ കുടുങ്ങാറുണ്ട്. ഓ, വെറുതെ പാചകം അടിക്കണ്ടായിരുന്നു. അതുപോലെ സൈക്കിൾ ചവിട്ടിക്കോ. ഒരുപാട് ഡൂപ്പ് അടിച്ചതല്ലേ, നീ സൈക്കിൾ ചവിട്ടി മുന്നോട്ട് പോ. യെസ്, ഇനി നിനക്ക് രക്ഷയില്ല മോനെ ദിനേശ. ഇപ്പൊ എന്റെ കയ്യിൽ അകപ്പെടും. കുട്ടി, നിനക്കിപ്പോ എന്താ വേണ്ടത്? ആവശ്യമില്ലാതെ എന്തിനാ പുറകിൽ വരുന്നത്? കുട്ടിയെന്ന് വിളിക്കരുത് ആക്ക്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്റെ പേര് യോധാ സിംഗ് എന്നാണ്. ഞാൻ തല്ലുകൂടുന്ന സമയത്തെ എത്ര വലിയവനായാലും അവൻ പൊടിയായി മാറും ട്ടോ. നീ പീക്കിരി കുട്ടി. കുട്ടി ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ കണ്ണിലും അവൻ പൗഡർ ഇട്ടിരിക്കുന്നു. എന്താ, ഇവന്റെ കയ്യില് പൗഡർ ഇല്ലാതെ ഇവൻ ആരോടും ഫൈറ്റ് ചെയ്യില്ലേ? ഞാൻ അവനെ പൗഡറാക്കും. ലഡു സിംഗ് സാറേ, ഈ യോധാ സിംഗ് എത്രത്തോളം വരെ ഓടും? അവൻ ഈ നഗരത്തിലുള്ള ആളല്ല, അതുകൊണ്ട് ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കാതിരിക്കില്ല. എല്ലാ സ്ഥലത്തിലുള്ള വിവരങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ശേഖരിക്കുക. സുരക്ഷിതത്വം ഒന്നുകൂടി ഉറപ്പാക്കിക്കോ. ഓക്കെ സർ, ഐ മീൻ ശിവ. ആ കീങ് എടുത്തേ, വേഗം താ. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ സാറേ. ഹലോ, പോലീസ് സ്റ്റേഷൻ. എടോ കിളവാ, പോലീസ് പോലീസ് ആദ്യം ചെക്ക് ഇൻ, പിന്നെ മതി ചെക്ക് ഔട്ട്. ആ യോധാ സിംഗ് ഭയങ്കര ദുഷ്ടനാണ്. കണ്ണിൽ പൊടിയിട്ട് ഓടിപ്പോകുന്നതിൽ ആളൊരു മിടുക്കൻ തന്നെയാണ്. അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ കണ്ണും പൂട്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. അതാ ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങാൻ പോവാണ്. നീ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ ഇവിടുന്ന് ഓടിപ്പോയാലോ? നിനക്കറിയോ ലഡു സിംഗ് സർ ഭയങ്കര സുരക്ഷിതത്വമാണ് എല്ലാ സ്ഥലത്തും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര നിസ്സാരാണെന്നേ. കണ്ണുപൂട്ടി പ്രാക്ടീസ് ചെയ്താലുണ്ടല്ലോ ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഞങ്ങളുടെ നാട്ടിലുള്ള കുട്ടികൾ മുഴുവൻ ഇങ്ങനെ കണ്ണുപൂട്ടി സ്റ്റണ്ടൊക്കെ ചെയ്യാറുണ്ട്. ശിവ, നിനക്കൊരു കാര്യം അറിയോ? പരിസരത്തുള്ള സൗണ്ടുകളാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നീ വേണമെങ്കിൽ കണ്ണുപൂട്ടി നിക്ക്. ഞാനതേ എന്റെ കയ്യിൽ
കയ്യിലുള്ള നിനക്ക് അങ്ങോട്ട് എറിഞ്ഞു തരാം. അപ്പൊ നീ കാറ്റിന്റെ സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചാ മതി. ഇത് ഒരു പ്രാവശ്യം അങ്ങനെയൊന്ന് നീ ചെയ്ത് കാണിക്ക, എന്നാലല്ലേ ശിവയ്ക്ക് ഐഡിയ കിട്ടുള്ളൂ. അതെ, ഇതാ ഞാൻ എറിയാൻ പോകുന്നു. ഓടിപ്പോരുത്, ഞാൻ നിന്നെ വെറുതെ വിടില്ല. അവിടെ നിൽക്കാൻ. എടോ, താൻ എങ്ങോട്ടായി പോണത്? അല്ല, ഇത് യോധ സിംഗ് ആണല്ലോ. ജയിലിൽ നിന്ന് ഓടിപ്പോയ കുറ്റവാളിയാ. പോലീസുകാരുടെ ചെക്കിംഗ് കഴിയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ. അല്ല, നിങ്ങൾക്കതില് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ മക്കളെ? ഇല്ല, ഞങ്ങളൊന്നും പറയില്ല. ഈ വിവരം എത്രയും പെട്ടെന്ന് ശിവയെ അറിയിച്ചേ പറ്റൂ. നോക്കൂ മാഡം, ഏതായാലും ഈ കുട്ടി എന്റെ കൂടെ ഇരിക്കട്ടെ. പിന്നൊരു കാര്യം, ദിവസവും നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും കാഷ്വൽ ആയിട്ട് തന്നെ പെരുമാറണം. എന്നാൽ ഈ കുട്ടിയെ മാത്രം ഞാൻ എങ്ങോട്ടും അയക്കില്ല. ഇനി നിങ്ങൾ പോലീസുകാരെയോ അല്ല മറ്റാരോടെങ്കിലുമോ പറഞ്ഞാൽ പിന്നെ ഇവളെ കാര്യം പോക്കാണ് കേട്ടാ. ഞാൻ ഈ കാര്യം ആരോടും പറയില്ല. എന്റെ മോളെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഹലോ ശിവ. ആന്റി, രേവ എവിടെ? ഇന്ന് അവള് പ്രാക്ടീസിനൊന്നും വന്നില്ലല്ലോ. മോനെ, അവക്ക് തീരെ സുഖമില്ല. നീ ഇങ്ങോട്ടൊന്നും വരല്ലേ, കാരണം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഈ അസുഖം പകരുമെന്നാണ്. ഓക്കെ ആന്റി, എന്നാ പിന്നെ ശരിക്കും റെസ്റ്റ് എടുത്തോട്ടെ. ബൈ. ബൈ മോനെ. വേഗം ചെന്ന് നല്ല രുചിയുള്ള കുറെ ഭക്ഷണം ഉണ്ടാക്ക്. എനിക്കാണെങ്കി ഭയങ്കര വിശപ്പ്. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ അല്ലേ? അല്ല, ഇവളുടെ അച്ഛൻ 2-3 ദിവസത്തേക്ക് മുംബൈക്ക് പോയിരിക്കുക. ഹലോ ആന്റി, രവിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? പനിയുടെ മരുന്ന് കഴിച്ച് ഇപ്പൊ റെസ്റ്റ് എടുക്കുവാണ് ശിവ. തുടങ്ങാം. ഹലോ ആന്റി, രേവയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനൊന്ന് സംസാരിച്ചോട്ടെ? സോറി ശിവ, അവള് തീരെ സുഖമില്ലാതിരിക്കുക. അവക്ക് ഇപ്പൊ സംസാരിക്കാൻ കഴിയില്ല. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഇതെന്താ ഇങ്ങനെ? ഇതുവരെ ആന്റി എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ലല്ലോ. ഓക്കെ ആദി, യോടി ആ ടെന്നീസ് ബോൾ എറിയൂ. ഐ ആം റെഡി.
ആ യോധ സിംഗുമായിട്ട് വഴക്കിടാൻ ഞാൻ റെഡിയാണ്. എനിക്കിപ്പോ രേവയോട് സംസാരിക്കണം. ഞാൻ അവനുമായി സംസാരിച്ചില്ലെങ്കിൽ അവൻ എപ്പോഴും ഫോൺ വിളിച്ചോണ്ടിരിക്കും. ഹലോ ശിവ, സോറി കേട്ടോ ഞാൻ നിന്നോട് സംസാരിക്കാത്തതിന്. കാരണം എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. അതുമല്ലാതെ ഫൈനൽ എക്സാമിന് ഒരുപാട് പഠിക്കാനും ഉണ്ട്. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് കാണാം. അല്ല, നീ എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നേ? ഭാവം കേട്ടതൊന്നും യോധ സിംഗ് ഞങ്ങളുടെ വീട്ടിൽ ഒളിച്ചിരിക്കാണെന്ന്. അയാൾ എവിടെയെങ്കിലും ഓടിപ്പോയി കാണുമെന്നേ. അയാൾ എന്തിനാ അന്യരുടെ വീട്ടിൽ താമസിക്കുന്നത്? ആൾക്കാരെ പേടിപ്പിക്കാനുള്ള ഒരായുധം അയാളുടെ കയ്യിലില്ല. കൂടി വന്ന വല്ല ബട്ടൺ നൈഫോ അല്ലെങ്കിൽ ഫ്രൂട്ട് നൈഫോ കാണും. അത് കണ്ട് ആരെങ്കിലും പേടിക്കോ? ശരി, നമുക്ക് നെക്സ്റ്റ് സൺഡേ കാണാട്ടോ. ബൈ. ഓക്കെ ബൈ. എന്തൊരു കുഴപ്പമുണ്ടല്ലോ. കുറെ പഠിക്കാനുണ്ടെന്നാണല്ലോ അവൾ എന്നോട് പറഞ്ഞത്. പഠിക്കാൻ വേണ്ടി ഇപ്പൊ എക്സാം ഒന്നും ഇല്ലല്ലോ. ഞാൻ അവളോട് യോധ സിംഗിനെ കുറിച്ച് ഒന്നും തന്നെ ചോദിച്ചില്ല. എന്നിട്ട് അവൾ അത് സ്വയം പറയാൻ തുടങ്ങി. എനിക്കെന്ത് സംശയം തോന്നുന്നു, ചിലപ്പോ ആ യോധ സിംഗ് എങ്ങാനും അവളുടെ വീട്ടിൽ കാണൂ. അതുമല്ലാതെ അവൾ ഒരു വാക്കും കൂടി പറഞ്ഞു, ബട്ടൺ നൈഫോ ഫ്രൂട്ട് നൈഫോ അയാളുടെ കയ്യിൽ കാണുമെന്ന്. ഇപ്പൊ ഉറപ്പായി അയാൾ ചിലപ്പോ തീർച്ചയായും അവളുടെ വീട്ടിൽ തന്നെ കാണും. ഇപ്പൊ തന്നെ ലഡു സിംഗിനെ വിവരം അറിയിക്കണം. റീവ ഫസ്റ്റ് ഫ്ലോറിൽ അവളുടെ റൂമിന്റെ അകത്താണ് ഉള്ളത്. യോധ സിംഗ് താഴെ ഹാളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ശിവ, ഗുഡ് ലക്ക്. ആരാണെന്ന് ഇല്ല ഇല്ല, മര്യാദക്ക് തിരിച്ചു വാ, അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ ശരിയാക്കും. ധൈര്യം ഉണ്ടെങ്കിൽ താൻ താഴെ വാ, എന്നിട്ട് ഞങ്ങളെ പിടിക്കാൻ നോക്കാം. എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ടായിരുന്നു നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി രക്ഷപ്പെടുത്താൻ വരുമെന്ന്. ഓ, അപ്പൊ നീ മനഃപൂർവ്വം അവനെ ഇവിടെ വിളിച്ചു വരുത്തിയതാണല്ലേ? എന്നെ കബളിപ്പിച്ചിരിക്കുന്നു. സാരമില്ല, ഇന്ന് ഈ കുട്ടി നിങ്ങൾ ആരെയും ഒരിക്കലും രക്ഷിക്കാൻ പോകുന്നില്ല. അങ്ക് കുട്ടിയെന്ന് വിളിക്കരുത്. നിങ്ങൾ മറന്നുപോയെന്ന് തോന്നുന്നു. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പക്ഷെ രേവ, ശിവ എല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശിവ, നീ ഫൈറ്റ് തുടങ്ങി കേട്ടോ. ഞാൻ ലഡു സിംഗ് സാറിനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇപ്പൊ തന്നെ എത്തും.
എന്റെ നെഞ്ചും കൂടെ തകർന്ന് ആശുപത്രി കൊണ്ടുപോണേ. ഈ കുട്ടിയിൽ നിന്നും എന്നെ വേഗം കൊണ്ടുപോണേ. ഇതുപോലത്തെ ഒരു കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ ആസനം പോയേ. 10 കുതിരകളുടെ ശക്തിയാണ് ആ കുട്ടിക്ക്. വേദനിച്ചിട്ട് വയ്യേ. ഇനിയും ഫൈറ്റ് ചെയ്യണമെന്നുണ്ടോ അതോ മതിയായോ? എഴുന്നേറ്റ് നിന്നാലല്ലേ എനിക്ക് നിന്റെ കൂടെ വഴക്കിടാൻ പറ്റൂ. താങ്ക് യു ശിവ. ഇനി ഇവനെ ഹോസ്പിറ്റലിലേക്കല്ല, നേരിട്ട് സെൻട്രൽ ജയിലിലേക്കാ കൊണ്ടുപോകാൻ പോണത്. അവിടെ വേണം ഇവന് പിഴിച്ചിലൊക്കെ.